നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലേ എല്ലാ ദിവസവും 2 പുഴുങ്ങിയ കോഴിമുട്ട കഴിച്ചു നോക്കുക. നിങ്ങളുടെ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ആകും. ആ മുട്ട മുഴുവനായിട്ടും കഴിക്കണം. മഞ്ഞ മാറ്റിയിട്ട് വെള്ള മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ഈ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമെന്ന് പേടിച്ചിട്ടാണ് ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതൊരു പഴയ സ്റ്റഡിയാണ്. നിലവിൽ അങ്ങനെയല്ല. മുട്ട കഴിച്ചാൽ അങ്ങനെ കൊളസ്ട്രോൾ വരില്ലെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ രാവിലെ ഒരു 4-5 ഇഡലിയോ 3-4 ദോശയോ പുട്ടൊക്കെ കഴിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് 2 ഇഡലി എടുക്കുക. അതിൻ്റെ കൂടെ 2 കോഴിമുട്ടയും കൂടി കഴിക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ആകും. ഈ മുട്ട എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോട്ടീൻ സോഴ്സാണ്. 100 ഗ്രാം മുട്ടയുടെ അകത്ത് ഒരു 12-13 ഗ്രാമോളം പ്രോട്ടീൻ തന്നെയുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ ശരിക്കും നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിലുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെ റിപ്പയർ ചെയ്യണമെങ്കിൽ ഈ പ്രോട്ടീൻ വേണം. പിന്നെ നമ്മൾ 2 ഇഡലിയുടെ കൂടെ 2 മുട്ട കഴിച്ചാൽ എന്ത് പറ്റും? ഈ മുട്ട ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത്രയും സമയം നമുക്ക് വിശക്കില്ല. നമ്മുടെ വയറ് നിറഞ്ഞതായിട്ടുള്ള ഒരു സറ്റൈറ്റി ഫീലിംഗ് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ ഈ മുട്ടയുടെ മഞ്ഞയുടെ അകത്ത് ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ഒരുപാട് മൂലകങ്ങളൊക്കെ ഉണ്ട്. കാൽസ്യം, അതുപോലെ തന്നെ വൈറ്റമിൻ B12. ഈ ഡയബറ്റിക് പേഷ്യൻസിൽ കൈകാൽ തരിപ്പൊക്കെ ഉണ്ടാവില്ലേ, അതിന് വളരെ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 2 മുട്ട ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് കഴിക്കാം. 3 വരെ കഴിക്കാം അത്യാവശ്യം എക്സർസൈസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അമിതമായിട്ട് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്.